അപ്പം അവിടെ നിന്ന് ഒരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കന്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാൽ ചെമ്പ് ബിരിയാണിയും തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇത് നടക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ഉദ്ദേശം. എന്റെ രായമാണിക്ക് എന്റെ തലയിൽ കയറി പോയി രായമാണിക്കം കാരണവും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് തോന്നുന്നു. ഇരുട്ടുന്ന പെട്ടെന്ന് കടിക്കുമ്പോൾ മങ്ങത്തില്ല കാരണം ചുമത്തില് ജസ്റ്റ് ഇങ്ങനെ ചിമ്മിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആൾക്കാരെല്ലാം പറഞ്ഞു, "ഉഫ്, ചെറുക്കൻ അടിച്ച് കിണ്ടിയായിട്ട് ലെവലില്ലാതെ പോണത്. അതാണ് അവൻ ഇങ്ങനെ മന്ദാരത്തിലാണ് പോണത്." അരുൺ ജെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഫാമിലി അതായത് പെങ്ങള്, അമ്മ, അച്ഛൻ എല്ലാരും കൂടെ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണ് അരുൺ ജെ ചെയ്യുന്നത്. ഈ അരുണിന്റെ കല്യാണമാണ്. പെണ്ണ് കാണാൻ പോയി ആളൊരു വീഡിയോ ഇട്ടത് മുതൽ ഇങ്ങോട്ട് അങ്ങേർക്ക് പൊങ്കാലയാണ്. കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആ ചേട്ടന്റെ നാവീന്ന് വീണ ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ ഈ ഒരു പൊങ്കാല കിട്ടാനുള്ള കാരണം ആയിട്ടുണ്ട്. പെണ്ണ് കാണാൻ പോയ സമയത്തെങ്ങാണ്ട് ഈ പെൺകുട്ടിയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് ആൾ ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനെയും ആൾക്കാർ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. കാരണം ഇനി ഇതൊരു കോണ്ടന്റ് ആക്കിയിട്ട് അത് വെച്ച് പൈസ ഉണ്ടാക്കാനാണെന്നുള്ള രീതിയിലും ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. കമന്റ് ബോക്സ് ആണ്. സപ്പോർട്ട് ചെയ്തിട്ടാണേലും കമന്റ്സ് വരും. സപ്പോർട്ട് ചെയ്യാതെ നെഗറ്റീവ് അടിച്ചിട്ടാണേലും കമന്റ്സ് വരും. സ്വാഭാവികമാണ്. ആളെ പേരിൽ കയറാൻ കാരണമായ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് പെണ്ണിന്റെ മുഖം ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലാണ്. കുറെ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്ന് ഒരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കന്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാൽ ചെമ്പ് ബിരിയാണിയും തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് കച്ചവടം ഉറപ്പിച്ചു. ഇതാണ് നെഗറ്റീവ് വരാനുള്ള കാരണം. കാരണം സ്വന്തം കല്യാണമാണ്. അത് പെണ്ണിന്റെ വീട്ടുകാര് വന്ന് കച്ചവടം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കച്ചവടം ഉറപ്പിക്കലായിട്ട് കണക്ക് കൂട്ടുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. മാന്യമായിട്ട് സംസാരിക്കണം. പെണ്ണ് വീട്ടുകാരെ ഇങ്ങനെ അപമാനിക്കരുത്. അങ്ങനെ കമന്റ് ബോക്സ് നിറച്ചും നെഗറ്റീവാണ്. റിവീൽ ചെയ്തു. അപ്പൊ ഫേസ് റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്ന് നീക്കുപോക്കൊന്നും ഒരു കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് വരാത്തത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെണ്ണിന് സോഷ്യൽ മീഡിയ കമന്റ്സിനോടൊക്കെ ഭയങ്കര ഭയമുള്ളതാണ്. കാര്യം എന്തായിരിക്കും ആൾക്കാർ എന്താണ് പറയാൻ പോകുന്നത്, അയ്യോ അങ്ങനെ ഭയങ്കര ടെൻഷനും ഓവർ തിങ്കിങ്ങും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഗാന്ധിയെ കൊന്നാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന കമന്റ് ബോക്സ് ഉള്ള ഒരു നാടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചിലര് നല്ലത് പറയും, ചിലത് മോശം പറയും. വാട്ട് എവർ, അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ സംഭവം റിവീൽ ചെയ്തത്. അപ്പൊ കുറെ പേര് നല്ലത് പറഞ്ഞു, കുറെ പേര് മോശം പറഞ്ഞു. അതിലൊരു കമന്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോ വീടൊക്കെ വെച്ച് പണമൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണക്കാരിയെ തപ്പിപ്പിടിച്ച് പോയി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സംഭവം ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. ആക്ച്വലി നിങ്ങളുടെ പറയാത്ത അല്ലെങ്കിൽ അറിയാത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നതിന്റെ 2 ആഴ്ച മുമ്പ് കണ്ടാണ് ആ വീട് അവരുടെ വീടിന്റെ പാല് വെച്ച് കഴിഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് വരെ അവരൊരു വാടക വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരു പണക്കാരിയാണ് അല്ലെങ്കിൽ അതൊരു അംബാനി കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ രണ്ടുപേരെയും ഒരു കോമൺ ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന പറയുന്നത് വീട് തന്നെയായിരുന്നു. രണ്ടുപേർക്കും വീടില്ലായിരുന്നു. അപ്പൊ കുറെ കാലം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഒരു വീട് വെച്ച് അതിന്റെ ഒക്കെ കുറെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഥ മുഴുവൻ നിങ്ങളുടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാം. എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നതാണെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളത്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഒരാളെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്തെടുത്തത്. ഓക്കെ, ദെൻ അതെല്ലാം പോട്ടെ. ഈ പ്രൈവറ്റ് കാര്യങ്ങള് എടുത്ത് മാക്സിമം സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. കാരണം പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടുമ്പം നിങ്ങൾക്ക് ആ സമയത്ത് അത് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പേഴ്സണൽ ലൈഫ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് മൂന്നാമത്തെ ഒരാൾ ആളത് കാണുവാണ്. ഒബ്വിയസ്ലി അവരുടെ മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലോ അവരത് കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തായാലും സ്ക്രിപ്റ്റ് വരും. ഒരു തമാശ രൂപേണ അങ്ങനെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു. അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാൽ ചെമ്പ് ബിരിയാണിയും തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നത് ഞാൻ ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എന്റെ മുമ്പിൽ അല്ല എന്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എന്റെ തലയിൽ. അതിപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് ഉറക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയാ അല്ല
ഒരു സീൻ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. സകല മലയാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി. ഓക്കെ. അതിൽ 30 ചെമ്പ് ബിരിയാണി. ഞാനത് കേട്ടത് 3/4 ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പം അതില് കുറെ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവര് വന്ന് കഴിച്ചതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കില് എന്താ പഴയ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയാ ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ വലിയൊരു തെറ്റുകാരാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിന്റെ പ്ലേറ്റിന്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് 3/4 ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇന്റൻഷൻ ഈ സ്റ്റേറ്റ്മെന്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എന്റെ മൈൻഡിൽ എന്താണ് വ്യായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയത്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. അപ്പൊ എന്റെ ഉദ്ദേശിച്ചുദ്യം അതാണ്. അപ്പൊ ആ രീതിക്ക് അങ്ങനെ പറഞ്ഞു അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമന്റ്സ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിതിനെ ആലോചിക്കണം, ഓ ഇത് ഇങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഒരു സന്തോഷത്തിലെ കല്യാണമല്ലേ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കല്യാണം മുടക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇത് നടക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ഉദ്ദേശം. ഇത്ര രായമാണിക്ക് എന്റെ തലയിൽ കയറി പോയി, രായമാണിക്കം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇവിടെ. അതുപോലെ നിങ്ങള് തമാശയായിട്ട് പറയുന്ന കാര്യങ്ങള് കാണുന്നവർക്ക് അത് തമാശയായിട്ട് തോന്നത്തില്ല. അതുപോലെ നിങ്ങള് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങള് കാണുന്നവർക്ക് അത് സീരിയസ് ആയിട്ടും തോന്നത്തില്ല. അത് ആദ്യം കൊറേ കാലമായിട്ട് കോണ്ടന്റ് ഇടുന്നതല്ലേ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് ഒരു മൈൻഡ് സെറ്റിൽ അത് പറഞ്ഞു പോയിന്ന് പറയുന്നു. പക്ഷെ ഇനിയെങ്കിലും സൂക്ഷിക്കുക. നമ്മടെ സോഷ്യൽ മീഡിയ ആണ്. ആൾക്കാര് പല രീതിയിലും പല കാര്യങ്ങൾ വെച്ചും പല ഇതിലും ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ തന്നെ കുറെ പേര് പറഞ്ഞു ബന്ധുക്കൾ ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ഇത് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകത്ത് തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് അരുജേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്ക് എന്നൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു ശരി നിന്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇന്റൻഷ്യലി ഞാനിപ്പോ അവർ മറ്റേ കഴിച്ചതിന്റെ ഒക്കെ തൂക്കം എടുത്തിട്ട് ഞാൻ അങ്ങനെ കൃത്യമായി തെച്ചി കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ആൾക്കാർക്കത് അല്ലെങ്കിൽ ആൾക്കാരത് വീഡിയോയില് കമന്റ്സ് ആയിട്ടും മറ്റേതായിട്ടൊക്കെ പറഞ്ഞപ്പോ ആൾക്കത് മനസ്സിലായതുകൊണ്ടാണ് ആള് പിന്നീട് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എനിക്ക് മനസ്സിലായി ആളുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ട്. തമാശ എന്ന് പറയുന്നത് എല്ലാവരും അത് തമാശയായിട്ട് എടുക്കുന്നില്ല. അത് ശരിയാണ്, ഞാൻ യോജിക്കുന്നു. തമാശ എന്ന് പറയുന്നത് പറയുന്ന ആൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒന്നല്ല, കേൾക്കുന്നവനും എൻജോയ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ബന്ധങ്ങൾക്കിടയിൽ അവിടെ ബഹുമാനം ഉണ്ടാവും, അവിടെ തമാശകൾക്ക് സ്ഥാനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് പല രീതിയിൽ അവനെ പല രീതിയിൽ കളിയാക്കും, അവൻ ചിലപ്പോൾ എന്നെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ അമ്മായി പറയാ എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോഴത്തേ അവനത് കണക്ട് ആവും, അവൻ്റെ അടുത്ത് ആ രീതിക്ക് നമുക്ക് നിൽക്കാം. എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അകലെയുള്ള ഒരു ഹായ് ബൈ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ എന്താ അമ്മായി പറയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അടിച്ച കവാലം റൊട്ടിയാക്കി ഇട്ടിട്ട് പോകും. കാരണം അവിടെ അത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൗഹൃദമാണ്, ഇവിടെ നല്ല രീതിക്ക് പോകുന്ന ബന്ധമാണ്, അവിടെ ഒരു ബഹുമാനം റെസ്പെക്റ്റും എല്ലാം ഉണ്ട് താനും. എന്നാൽ ഈ പറഞ്ഞ ഈ തമാശയ്ക്കും ഇവിടെ വാല്യൂ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പം നല്ല ബന്ധങ്ങൾക്കിടയിൽ നല്ല ബഹുമാനം ഉണ്ടാവും, നല്ല തമാശകൾക്ക് സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഫ്രണ്ട്സ് പോലെ എല്ലാ ഫാമിലിയും എനിക്കറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞാണ് കേട്ടോ. ഫ്രണ്ട്സിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫാമിലിയുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതിപ്പം പുതിയതായിട്ട് നിങ്ങൾ വരുന്ന ഒരു ഫാമിലിയും കൂടെയാണ്. നിങ്ങളായിട്ട് പുതിയൊരു ബന്ധം ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയും കൂടെയാണ്. ആൾക്കാര് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് സംസാരിക്കുക. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഏതൊരു ബന്ധവും എത്ര കാലം വേണേലും നിലനിന്ന് പോവും. അത് പുതിയ ഫാമിലി ആണെങ്കിലും നമ്മുടെ പഴയ ഫാമിലി ആണെങ്കിലും. നിങ്ങൾക്കിടയിൽ അതുണ്ടെങ്കിൽ ഇറ്റ്സ് നൈസ്.